വഴുതന വറുത്തിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കുള്ള നല്ലൊരു റെസിപ്പിയാണിത്. വഴുതനങ്ങ പൊരിച്ചത് നല്ല ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനായി വഴുതന റൗണ്ടിൽ മുറിച്ചെടുക്കുക. അധികം കട്ടിയില്ലാതെ മുറിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് മസാല തയ്യാറാക്കാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര് പുളിക്ക് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ ആയാലും ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, അതില്ലെങ്കിൽ സാധാ നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സാക്കി അതിലേക്ക് വഴുതന ഇട്ട് നല്ലോണം മിക്സാക്കുക. ആ മസാലയും വഴുതനയും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് വഴുതനക്ക് മസാല പിടിക്കുന്ന രീതിയിൽ നല്ലോണം യോജിപ്പിക്കുക. ഇതിങ്ങനെ നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് നമ്മൾ സാധാ മീനൊക്കെ വറുക്കുന്നത് പോലെ വറുത്തെടുക്കുക. നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. വഴുതന പൊതുവെ എന്നെപ്പോലെ വറുത്ത് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. മസാല ഒരു 10 മിനിറ്റ് പിടിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഓരോ പീസായിട്ട് ഒപ്പം ഇട്ടരുത്. നമ്മൾ മീനൊക്കെ വറുക്കുന്നത് പോലെ തന്നെ ഓരോ പീസായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ഇതിൽ എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. പച്ചമുളക് ചേർക്കുന്നില്ല, നമ്മൾ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുരുമുളക് പൊടിയും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി എടുക്കുക. അപ്പോൾ ഞാനിതിൽ 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ പൊരിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവറിനാണ്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വഴുതന പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.